ഹലോ എവരിവൺ. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഏറ്റവും കൂടുതലായിട്ട് വരുന്ന മെസ്സേജ് എന്ന് പറയുന്നത് എപ്പോഴാണ് റിസൾട്ട് വരുന്നത്, അതുപോലെ തന്നെ ഫൈനൽ ആൻസർ കീ എന്ന് വരും. ഈ രണ്ട് കാര്യങ്ങളാണ് ഒരുപാട് പേര് മെസ്സേജ് ചോദിക്കുന്നത്. പലർക്കും ഇത്തവണത്തെ മാർക്കിന്റെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു വിവരം ലഭ്യമല്ല. കാരണം നമ്മൾ ഹിസ്റ്ററിയിൽ സംഭവിച്ചിരിക്കുന്ന ഒരു മിസ്റ്റേക്ക്, അത് NDA ഓൾറെഡി അത് പരിഹരിച്ചിട്ടുണ്ട്. അവരുടെ നമുക്ക് ഒരു ദിവസം നീട്ടി തന്നിട്ടുണ്ടായിരുന്നു പ്രൊവിഷണൽ ആൻസർ കീ. അപ്പൊ അതിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ സബ്ജക്റ്റിലും ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ പല രീതിയിലാണല്ലോ വാർത്തകൾ വരുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ആ ഒരു ഡൗട്ട് മാറാത്തത് കൊണ്ട് തന്നെ ഇതിനെപ്പറ്റി ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ആ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫൈനൽ ആൻസർ കീ ആണ്. ഫൈനൽ ആൻസർ കീ എന്താണ്? ഫൈനൽ ആൻസർ കീ വരുമോ? ഈ പ്രൊവിഷണൽ ആൻസർ കീ തന്നെയാണോ? ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ചലഞ്ച് ചെയ്യാൻ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് ഇനി ഒരു ആൻസർ കീ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് UGC നെറ്റ് എക്സാം എഴുതുന്നവർക്ക് അല്ലെങ്കിൽ അതിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അത് കൃത്യമായിട്ട് അറിയാം. ആദ്യമായിട്ട് എഴുതുന്നവരും ഇതുമായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാത്തവർക്കൊക്കെ ഈ ഒരു ഡൗട്ട് ഉണ്ട്. ഇപ്പോൾ ഫൈനൽ ആൻസർ കീ നമുക്ക് എന്ത് തന്നെയാലും വരും. ഫൈനൽ ആൻസർ കീയിൽ നമുക്ക് നമ്മുടെ മാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ റെസ്പോൺസ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കണം എന്നുള്ളത് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ആവശ്യകത എന്താണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ കീ വെച്ചുകൊണ്ട് നമുക്ക് എത്രത്തോളം മാർക്ക് കിട്ടി എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇത്തവണ നമുക്കറിയാം പല സബ്ജക്റ്റുകളിലും ഷിഫ്റ്റ് 1ലും ഷിഫ്റ്റ് 2ലും നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നടന്ന പരീക്ഷയ്ക്ക് നോർമലൈസേഷൻ പ്രോസസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പേഴ്സൻറ്റേജ് അല്ല, പേഴ്സൻറ്റേജിലായിരിക്കും. പേഴ്സൻറ്റേജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഫൈനൽ ആൻസർ കീ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഫൈനൽ ആൻസർ കീ വരും. എപ്പോൾ വരും എന്നുള്ളത് നമുക്ക് ഈ ഒരു നമ്മൾ ചലഞ്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മാസം ലാസ്റ്റ് ഒക്കെ ഫൈനൽ ആൻസർ കീ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അവസാന ആഴ്ചയിൽ പ്രതീക്ഷിക്കാം. ഇനി അടുത്തൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ റിസൾട്ടിന്റെ കാര്യമാണ്. റിസൾട്ടിന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് നോർമലി UGC നെറ്റ് എക്സാം ഈ കൊറോണ സമയത്ത് ഉള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതിനുശേഷം വന്നിരുന്നതൊക്കെ നമ്മൾ ഒരു 1 മന്തിന്റെ ഗ്യാപ്പിൽ നമുക്ക് റിസൾട്ട് വരാറുണ്ട്. നമുക്കറിയാം നമ്മുടെ പരീക്ഷ റീ എക്സാം കഴിഞ്ഞിരിക്കുന്നത് സെപ്റ്റംബർ 5-നാണ് അല്ലെ. നമുക്ക് ഒരു ഒക്ടോബർ 5-നുള്ളിൽ തന്നെ നമ്മുടെ റിസൾട്ട് വരും. അപ്പോൾ ഒരു ഒക്ടോബർ 10-നുള്ളിൽ നമുക്ക് നമ്മുടെ റിസൾട്ട് പ്രതീക്ഷിക്കാം. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഡേറ്റ് മാറാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ 10-ാം തീയതിക്കുള്ളിൽ നമ്മുടെ റിസൾട്ട് വരും. അടുത്ത മാസം 10-ാം തീയതിക്കുള്ളിൽ തന്നെ നമ്മുടെ റിസൾട്ട് വരും. അതായത് ഫസ്റ്റ് വീക്ക്, സെക്കൻഡ് വീക്കിലേക്ക് പോകില്ല, ഫസ്റ്റ് വീക്കിൽ തന്നെ നമ്മുടെ റിസൾട്ട് വരും. 5 എന്നുള്ളത് നമുക്ക് എഴുതാം, 10-ാം തീയതി വരെ നമുക്ക് കണക്കിലെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഒക്ടോബർ 10-നുള്ളിൽ തന്നെ നമ്മുടെ റിസൾട്ട് വരും. അപ്പോൾ ഇതിൽ പ്രധാനമായ ഒരു കാര്യം പറയാനുള്ളത്, റിസൾട്ട് വന്നതിന് ശേഷം പഠിക്കാം എന്നുള്ള രീതിയിൽ പലരും ദിവസങ്ങൾ മാറ്റി വെക്കുന്നുണ്ട്. നമ്മൾ വിളിക്കുന്നവരും അതുപോലെ തന്നെ കോഴ്സിനായിട്ട് സമീപിക്കുന്നവരൊക്കെ തന്നെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം റിസൾട്ട് വരട്ടെ എന്നുള്ളതാണ്. അപ്പോൾ റിസൾട്ട് വരുന്നത് വരെയൊന്നും നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതില്ല. നിങ്ങളുടേതായ പ്രിപ്പറേഷൻ, നിങ്ങൾ കോഴ്സിന് ചേർന്നില്ലെങ്കിലും നിങ്ങളുടേതായ പ്രിപ്പറേഷൻ തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ടേ കൊണ്ടുപോകുക. നിലവിലുള്ള മെറ്റീരിയൽസ് ഒക്കെ വെച്ചുകൊണ്ട് പഠനത്തിൽ നിന്നും മാറാതെ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു കോഴ്സോ ക്രാഷ് കോഴ്സോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് എടുക്കാം. ഓക്കെ, ആ സമയത്ത് നിങ്ങൾ നോക്കി അഫോർഡബിൾ ആണ്, എഫക്റ്റീവ് ആണെന്ന് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഴ്സിന് ജോയിൻ ചെയ്യാം. നമ്മുടെ കോഴ്സിന്റെ കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. ഇപ്പൊ തന്നെ ജോയിൻ ചെയ്ത് പഠനം തുടങ്ങാം. ഇനി അതല്ല റിസൾട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് റിസൾട്ട് ഫൈനൽ ആൻസർ കീയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് കട്ട് ഓഫിന്റെ ഒരു പ്രഡിക്ഷൻ ആണ്. എന്തായിരിക്കും നമ്മുടെ കട്ട് ഓഫ് എന്നുള്ളതാണ്. അപ്പൊ അത് നമുക്ക് പ്രധാനപ്പെട്ട വിഷയങ്ങളുടെ പറയാം. ഓൾറെഡി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, പല വീഡിയോസും നിങ്ങൾ കാണുന്നതാണ്. എന്നിരുന്നാലും നമുക്ക് നമ്മുടേതായ രീതിയിൽ കാര്യങ്ങൾ പറയാം. ഇവിടെ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ഉള്ള കൊമേഴ്സ്, ഇംഗ്ലീഷ്, എക്കണോമിക്സ്, മാനേജ്മെന്റ്, മലയാളം, CS, ഹിസ്റ്ററി, ഈ ഒരു സബ്ജക്റ്റിന്റെ ഒക്കെ ഒരു കട്ട് ഓഫ് എത്രത്തോളം വരും, ഇതുവരെ എങ്ങനെ വന്നു എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ കൊമേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നെറ്റിന്റെ കാര്യത്തിൽ ജനറൽ കാറ്റഗറി അൺറിസർവ്ഡ് ഒരു 160 to 170 വരെയുള്ള മാർക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുള്ളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു 168 ഒക്കെ നെറ്റിനായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. മാർക്ക് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 168 മാർക്കൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി JRFിലേക്ക് പോകുന്ന സമയത്ത് നമുക്കൊരു 180 to 190 അതിനുള്ളിൽ തന്നെ പ്രതീക്ഷിക്കണം. ഒരു 184 ഒക്കെ നമുക്ക് JRFിനായിട്ട് പ്രതീക്ഷിക്കാം. ഓക്കെ, 180 to 190 ഈ ഒരു രീതിയിലായിരിക്കും അൺറിസർവ്ഡ് വരുന്നത്. ഇനി OBCയിലേക്ക് വന്നു കഴിഞ്ഞാൽ നെറ്റിനായിട്ടൊരു 148 to ഒരു 158 ആ ഒരു രീതിയിൽ, അതായത് ഒരു 156 ഒക്കെ നമുക്ക് OBCയുടെ നെറ്റിന്റെ പ്രതീക്ഷിക്കാം. ഇതൊരു പ്രഡിക്ഷൻ മാത്രമാണ്. JRFിലേക്ക് വരുന്ന സമയത്ത്
ഒരു 178 ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഒ ബി സിയിലേക്ക് വരുന്ന സമയത്ത്. എസ് സിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 140 ഒക്കെ നമുക്ക് നെറ്റിന് പ്രതീക്ഷിക്കാം. ഒരു 162 ഒക്കെ നമുക്ക് JRF-നും പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. അപ്പൊ ഇതില് കുറയാനും കൂടാനുമുള്ള സാധ്യതകൾ, എന്നാലും നമുക്ക് കഴിഞ്ഞ തവണയൊക്കെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഓരോ കട്ട് ഓഫ് എടുത്തു വെച്ചുകൊണ്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. അത് നമ്മൾ ഓൾറെഡി നോക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, ഇപ്പൊ നെറ്റായാലും JRF-ലെയും കൊമേഴ്സിന്റെ കാര്യത്തിൽ ഇത്തവണ 2 പരീക്ഷ എടുത്ത് നോക്കുന്ന സമയത്ത് രണ്ടും നമുക്കൊരു മോഡറേറ്റ് ലെവൽ തന്നെയാണ്. അതിൽ ഒന്ന് ഈസി ഒന്ന് ടഫ് എന്നുള്ളതൊന്നും പറയാനില്ല. 2 പരീക്ഷകളും കൊമേഴ്സിന്റെ ഒരു മോഡറേറ്റ് ലെവൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഒരു 178 മേലെ ഒ ബി സിയിൽ കിട്ടിയവർക്കൊക്കെ തന്നെ നമുക്കൊരു JRF പ്രതീക്ഷിക്കാം. ഒരു 184 മേലെ അൺഡിസേർവ്ഡ് ആണെങ്കിൽ അവർക്കും JRF പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. ഇനി അടുത്ത് നമ്മൾ മലയാളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അൺഡിസേർവ്ഡ് JRF-ന്റെ മാർക്ക് എന്ന് പറയുന്നത് ഒരു 180 to 190 ആണ്. അതൊരു 188 ഒക്കെ നമുക്ക് JRF പ്രതീക്ഷിക്കാം മലയാളത്തിന്. നെറ്റിലേക്ക് വരുന്ന സമയത്ത് ഒരു 160 to 170 ആ ഒരു മാർക്കിനുള്ളിൽ ഒരു 168 ഒക്കെ നമുക്ക് നെറ്റിനും പ്രതീക്ഷിക്കാം മലയാളത്തിന്റെ കാര്യത്തിൽ. ഓക്കെ, ഒ ബി സിയിലേക്ക് വരുന്ന സമയത്ത് ഒരു 170 to 180 JRF-ന്റെ കാര്യമാണ് പറയുന്നത്. അതിൽ നമുക്കൊരു 174 ഒക്കെ പ്രതീക്ഷിക്കാം. ഓക്കെ, നെറ്റിന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു 150 to 160 അത് നമുക്കൊരു 158 ഒക്കെ പ്രതീക്ഷിക്കാം. ഇത് നെറ്റിന്റെ കാര്യത്തിൽ കുറയും, ഒരു 158 അല്ലെങ്കിൽ 52 ആ ഒരു രീതിയിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. 52, 54 അല്ലെങ്കിൽ 56 ആ ഒരു രീതിയിലൊക്കെ പ്രതീക്ഷിക്കാം. നമ്മൾ 58 ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഉറപ്പിക്കാൻ പറ്റുന്ന രീതിയിലാണ് അത് കണ്ടുവരുന്നത്. എസ് സിയിലേക്ക് വരുന്ന സമയത്ത് JRF ആണെങ്കിൽ ഒരു 162 ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. നെറ്റിലേക്ക് വരുന്ന സമയത്ത് ഒരു 144 ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കണം. ഓക്കെ, അതിൽ കുറയാനും സാധ്യതയുള്ളൂ, മാക്സിമം ആണ് പറയുന്നത്. അപ്പൊ ഇത് ഏകദേശം ഒരു 1-2 ചോദ്യങ്ങളുടെ വ്യത്യാസം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ പരീക്ഷകളുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഇത്തവണത്തെ മലയാളത്തിന്റെ പരീക്ഷ ഒരു മോഡറേറ്റ് ലെവലായിരുന്നു. സാധാരണ മലയാളം പരീക്ഷകൾ അങ്ങനെ ഉണ്ടാവാറില്ല, അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് റിസൾട്ട് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പലർക്കും ഇതുമായി ബന്ധപ്പെട്ടിട്ടൊരു വല്ലാത്തൊരു അവസ്ഥയുണ്ട്. ഇത് എങ്ങനെ വരും, ഏത് രീതിയിൽ വരും, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടല്ലോ എന്നുള്ളതൊക്കെ പലരും വിളിച്ചു ചോദിക്കുന്നുണ്ട്. ഒരു പ്രശ്നവും മലയാളത്തിലൊന്നും സംഭവിച്ചിട്ടില്ല. ഉള്ള ചോദ്യങ്ങൾ, ചെറിയ ഡൗട്ടുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ നമ്മൾ ചലഞ്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, പലരും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇംഗ്ലീഷിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അൺറിസർവ്ഡ് ജനറൽ കാറ്റഗറി ഒരു 190 to 200 JRF-നായിട്ട് നമ്മൾ പ്രതീക്ഷിക്കണം. അതിൽ ഒരു 196 ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഒരു 99.56% ആയിരിക്കും അതിന് വരുന്നുണ്ടാവാം. നെറ്റിലേക്ക് വരുന്ന സമയത്തൊരു നമുക്കൊരു 180 to 190 അതൊരു 184 ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, നെറ്റിലേക്ക് വരുന്ന സമയത്ത് പെർസെൻറ്റേജിലേക്ക് പറയുകയാണെങ്കിൽ ഒരു 97.4 അങ്ങനെ പോവും. ഓക്കെ, ഇനി ഒ ബി സിയിലേക്ക് വരുന്ന സമയത്ത് 98%. അപ്പോൾ അതിൽ ഒരു 180 to 190 ഒരു 186 ഒക്കെ നമുക്ക് JRF-നായിട്ട് പ്രതീക്ഷിക്കാം. ഇനി അത് നെറ്റിലേക്ക് വരുന്ന സമയത്ത് ഒരു 168 to 178 ആ ഒരു ഇതിനുള്ളിൽ വരും. ഒരു 174 ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. ഓക്കെ, നെറ്റിലേക്ക് വരുന്ന സമയത്ത്. എസ് സിയിലേക്ക് വരുന്ന സമയത്ത് ഒരു 166 ഒക്കെ നമുക്ക് JRF-ഉം ഒരു 142 ഒക്കെ നമുക്ക് നെറ്റും പ്രതീക്ഷിക്കാം. ഈ ഒരു രീതിയിലാണ് ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ വരുന്നത്. ഇതൊരു പ്രഡിക്ഷൻ മാത്രമാണ്, ഇതിനുള്ളിൽ വരാൻ സാധ്യതയുണ്ട്. ഇനി എക്കണോമിക്സിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ JRF-ന്റെയും നെറ്റിന്റെയും നമുക്ക് നോക്കാം. JRF-ന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 180 to 190 ആണ്. അതൊരു 186 ഒക്കെ നമുക്ക് അൺഡിസേർവ്ഡ് JRF പ്രതീക്ഷിക്കാം. ഒരു 170 to 180 ആണ് നെറ്റിൽ വരുന്ന. ഒരു 178 ഒക്കെ നമുക്ക് മാർക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഒ ബി സിയിലേക്ക് വന്നു കഴിഞ്ഞാൽ JRF-ന്റെ കാര്യത്തിൽ ഒരു 170 to 180 അതിൽ ഒരു 178 ഒക്കെ നമുക്ക് JRF ഒ ബി സിയുടേത് പ്രതീക്ഷിക്കാം. ഇനി നെറ്റിന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു 150 to 160 അതിലൊരു 164 ഒക്കെ നമുക്ക് നെറ്റിനായിട്ട് പ്രതീക്ഷിക്കാം എക്കണോമിക്സിന്റെ കാര്യത്തിൽ. ഓക്കെ, എസ് സിയുടെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു 164 ഒക്കെ നമുക്ക് JRF-ഉം
ഒരു 138 ഒക്കെ നമുക്ക് നെറ്റും പ്രതീക്ഷിക്കാമെന്നുള്ളതാണ്. ഇതൊരു മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ ഒരു നെറ്റ് എന്ന് പറയുന്നത് ചിലപ്പം 140ലേക്കും പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, എക്കണോമിക്സിന്റെ കാര്യത്തിൽ അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. എക്കണോമിക്സിന്റെ പരീക്ഷയും ഇത്തവണ ഒരു മോഡറേറ്റ് ലെവൽ തന്നെ ആയിരുന്നു. ഒരുപാട് നല്ല മാർക്കുകളൊക്കെ നമുക്ക് ചില വീഡിയോസിലൊക്കെ കമന്റിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ തന്നെ. അതൊക്കെ വലിയ മാർക്കുകളാണ്, അവർക്കൊക്കെ തന്നെ JRF ഉറപ്പാണ്. ഓക്കെ, നമ്മൾ കമ്പ്യൂട്ടർ സയൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ജനറൽ കാറ്റഗറി JRFൻ്റെത് എന്ന് പറയുന്നത് ഒരു 176 ടു ഒരു 186 ഒക്കെ ആ ഒരു ലെവലിൽ, ഒരു 184 ഒക്കെ നമുക്ക് JRFന് പ്രതീക്ഷിക്കാം. 184, 182 ആ ഒരു രീതിയിൽ. ഓക്കെ, നെറ്റിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 154 ടു 164 ആണ്. അതിലൊരു 162 ഒക്കെ നമുക്ക് നെറ്റിനായിട്ടും പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി OBCയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 160 ടു 170, അതിലൊരു 164 ഒക്കെ നമുക്ക് JRFന് പ്രതീക്ഷിക്കാം. നെറ്റിന്റെ കാര്യത്തിൽ OBC വന്നു കഴിഞ്ഞാൽ 148 ടു ഒരു 158 അതിനുള്ളിൽ. അപ്പോൾ നമുക്കൊരു 152, 154 ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, പരീക്ഷ കുറച്ച് ഈസി ആയിരുന്നു ഇത്തവണ കമ്പ്യൂട്ടർ സയൻസിന്റെ പരീക്ഷ. പൊതുവെ എല്ലാവരും അങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് കൂടാനും സാധ്യതയുണ്ട്. പക്ഷേ പങ്കെടുത്ത സ്റ്റുഡൻസ് കുറയുന്ന സമയത്ത് കട്ട് ഓഫ് കൂടാൻ സാധ്യതയുണ്ട്. എല്ലാവരും പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ കട്ട് ഓഫ് കുറയുകയും ചെയ്യും. ഓക്കെ, ഇനി SCയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് JRF ഒരു 158ഉം നെറ്റ് ഒരു 138 ഒക്കെ പ്രതീക്ഷിക്കാം. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു ഘടന എന്ന് പറയുന്നത്. സാധാരണ നോർമലി അങ്ങനെയാണ് കണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ കണക്കാക്കുക. 150 ടു 160 നമുക്ക് പ്രതീക്ഷിക്കാം. മാക്സിമം ഒരു 158. ഓക്കെ, 148, 138 ടു 148 ആ ഒരു രീതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇനി മാനേജ്മെന്റിലേക്ക് വരുന്ന സമയത്ത് JRFനൊരു 188 ടു 198 ആ ഒരു മാർക്കിനുള്ളിൽ ഒരു 196 ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി നെറ്റിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 168 ടു 178നുള്ളിൽ, അത് ഒരു 172 ഒക്കെ നമുക്ക് നെറ്റും പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി OBCയിലേക്ക് വരുന്ന സമയത്ത് നെറ്റിന്റെ കാര്യത്തിൽ ഒരു 150 ടു 160, അതിലൊരു 158 ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. JRFന്റെ കാര്യമാണ് വരുന്നതെങ്കിൽ ഒരു 178 ടു 188, അതിലൊരു 184 ഒക്കെ നമുക്ക് മാർക്ക് പ്രതീക്ഷിക്കാം. SCയുടെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു നമുക്ക് നെറ്റ് ഒരു 140 മാക്സിമം. ഇത് JRFലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു 162 ഒക്കെ നമുക്ക് JRFും പ്രതീക്ഷിക്കാം. ഓക്കെ, ഈ ഒരു രീതിയിലാണ് മാനേജ്മെന്റിൻ്റെത് നമ്മളുടെ പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിലൊക്കെ മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഇനി മാർക്കിലേക്ക് എത്തിയില്ലെങ്കിൽ തീർച്ചയായിട്ടും പഠനം തുടരുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, അടുത്ത നമുക്കുള്ളത് ഹിസ്റ്ററിയാണ്. JRFലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു 200 ടു 210 ഒക്കെ ആ ഒരു മാർക്കിനുള്ളിൽ, അല്ലെങ്കിൽ 198 ടു 208, അതായത് നമുക്കൊരു 202 ഒക്കെ നമുക്ക് JRFന് പ്രതീക്ഷിക്കാം. ഒരു 182 ഒക്കെ നെറ്റിനും പ്രതീക്ഷിക്കാം. OBCയിലേക്ക് വരുന്ന സമയത്ത് ഒരു 164 ടു 174, അതൊരു 168 ഒക്കെ നമുക്ക് OBC നെറ്റ് പ്രതീക്ഷിക്കാം. അത് JRFലേക്ക് വരുന്ന സമയത്ത് ഒരു 156 ടു 196 ആ ഒരു രീതിയിൽ ഒരു 192 ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, നെറ്റിന് JRFന് പ്രതീക്ഷിക്കാം. SCയിലേക്ക് വരുന്ന സമയത്ത് ഒരു 158 ഒക്കെ നമുക്ക് നെറ്റ് പ്രതീക്ഷിക്കാം. ഒരു 164 ഒക്കെ JRF നമുക്ക് പ്രതീക്ഷിക്കാം. ഇതാണ് ഹിസ്റ്ററിയുടെ ഒരു ബ്രീഫായിട്ടുള്ള കാര്യം പറയാനുള്ളത്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത്, നമുക്ക് ഇത്തവണ ഒരു കാറ്റഗറിയും കൂടി ഉണ്ട് കട്ട് ഓഫിലേക്ക് വരുന്ന സമയത്ത്. ഇവിടെ JRF ആണ്, പിന്നെ നെറ്റ് വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ PhDക്കായിട്ടുള്ള സ്കോറും നമുക്ക് ഇത്തവണ വരുന്നുണ്ട്. ഇത് നമുക്ക് മൂന്നാമതായിട്ട് ഇത്തവണ കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു ഇതാണ്. നോർമലി ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് നെറ്റ് പരീക്ഷയിൽ ഉണ്ടാവാറുള്ളത്. ഇപ്പൊ JRF എന്ന് പറയുന്നത് 1% ആണ്. അത് എല്ലാത്തിലും റിസർവേഷൻ അനുസരിച്ച് അതിന്റെ പരിഗണന ലഭിക്കുന്നുണ്ട് മാർക്കിലെങ്കിലും. ഇപ്പോൾ JRFന്റെ കാര്യത്തിൽ അൺറിസർവ്ഡ് 200 മാർക്ക് ആണെങ്കിൽ ഒരു 180 മതിയാകും OBC.
അതുപോലെ തന്നെ SC വരുന്ന സമയത്ത് ഒരു 160 മതിയാകും. ഓക്കെ, ഈ ഒരു രീതിയിലാണ് എൻ്റെ റിസർവേഷൻ പോകുന്നത്. നെറ്റിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു 180 ആണെങ്കിൽ നമുക്കിവിടെ ഒരു 160, ഒരു 140 ആ ഒരു രീതിയിൽ. അതേ രീതിയിൽ തന്നെയാണ് നമുക്ക് PhD വരുന്ന സമയത്ത് നമുക്കിവിടെ ഒരു സ്കോർ എന്ന് പറയുന്നത് ഒരു 160, ഒരു 140, ഒരു 128 ഒക്കെ വരാം. ഈ ഒരു രീതിയിലായിരിക്കും. ആ ഒരു 10% ആണ് പ്രതീക്ഷ. ഇതിപ്പം നെറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം 6% അല്ലേ. PhD വരുന്ന സമയത്ത് അത് 10% അവർ ഉദ്ദേശിക്കുന്നുണ്ടാവുക. ഏത് രീതിയിലാണ് എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരു 10% ഉള്ളവർക്ക് PhD അഡ്മിഷൻ എന്നുള്ള രീതിയിലായിരിക്കും. ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റിയിലേക്കും PhD അഡ്മിഷൻ ആയിട്ടുള്ള നമുക്ക് അതിൻ്റെ ഒരു സ്കോർ, PhD സ്കോർ നമുക്ക് നെറ്റ് പരീക്ഷ ചെയ്യുന്ന സമയത്ത് അതിനായിട്ടൊരു കാറ്റഗറി വന്നിട്ടുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ പറയാൻ നമുക്ക് സാധിക്കില്ല, കാരണം ഇതിനു മുൻപേ അങ്ങനെ ഒരു കാറ്റഗറി ഇല്ല. അതിന് എത്ര % ആണ് എടുക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ ക്ലാരിറ്റി വരേണ്ടതുണ്ട്. ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പൊ ഒരുപാട് സംശയങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചോദിക്കുന്നത്. ആ ഒരു സംശയങ്ങളെല്ലാം തന്നെ അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ ഇതിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഹിസ്റ്ററിയുടെ കാര്യത്തിലാണ് ചെറിയൊരു കട്ട് ഓഫിന്റെ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽ ആൻസർ കീയിൽ ചെറിയൊരു ബുദ്ധിമുട്ട് സംഭവിച്ചിരിക്കുന്നത്. അത് ഓൾറെഡി അത് പരിഹരിച്ചിട്ടുണ്ട്. ഒരു ദിവസം കൂടെ നമുക്ക് നീട്ടി തന്നിട്ടുണ്ട്. അത് എല്ലാ വിഷയത്തിലും ഉണ്ട് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ടതില്ല. എല്ലാ വിഷയത്തിലൊന്നും അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ ഈ കൂടുതലായിട്ട് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ കട്ട് ഓഫ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള കാര്യങ്ങൾ തുടർന്ന് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്. സ്റ്റേ സേഫ്.